ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി അരി വറുത്ത് അരച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ നോക്കാം. നമ്മുടെ പാലക്കാട്ടിൽ ഇതിനെ ഉണ്ണിത്തണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം വാഴയ്ക്കെല്ലാം വെട്ടി മാറ്റിയ വാഴയുടെ ഉണ്ണിത്തണ്ട് പിരിച്ചെടുക്കണം. ആ പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. ഉണ്ടാക്കാം, തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ണിത്തണ്ട് വേണം, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സാൾട്ട്. പിന്നെ ഞാൻ അരി ഇവിടെ കഴുകി കുതിർത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. കുതിർക്കണ്ട, ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഉണ്ണിത്തണ്ടിന് നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട് കേട്ടോ. അതായത് ഡൈജഷൻ എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യും. അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ണിത്തണ്ടും കുറച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിൽ വേവിക്കാം. അത് കഴിഞ്ഞ് എടുത്ത് താളിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് വറുക്കുക. ഒരു ബ്രൗൺ കളർ എല്ലാം വരും അത് വരെ. അപ്പം ഒരു മീഡിയം വേവ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളകും 2 വറമുളകും കൂടെ അതിൽ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ഏകദേശം റെഡ് കളർ പോലെ ബ്രൗൺ ആവും. അപ്പം നിർത്താം. എന്നിട്ട് ആറാൻ വെച്ച് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തരിതരിയായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ക്ലൈമറ്റിൽ അത് കട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കടുക് പൊട്ടിയ ശേഷം കറി ലീഫും ഉള്ളിയും ഇട്ട് ഇളക്കാം. ഇളക്കിയ ശേഷം നമ്മൾ കുക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാകുമ്പോഴേ മിക്സിയിലിട്ട അരിപ്പൊടി ആഡ് ചെയ്യുമ്പം കറക്റ്റ് ആവുള്ളൂ. നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഉണ്ണിത്തണ്ടിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഈ അരി വറുത്തരച്ച് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം എത്തിക്കും, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക്സ്.